പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവ വാരത്തിലെ 1-ാം ദിവസമായി ഇന്നത്തെ ഈ വിശുദ്ധ ധ്യാനത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ ക്രൂശിൽ നിന്ന് മുഴങ്ങുന്ന ഒരു ദൈവിക വാക്ക് നമ്മെ സ്പർശിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 34-ാം വാക്യം. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഇതൊരു സാധാരണ വാക്കല്ല, ഇത് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ക്ഷമയുടെ മഹാസമുദ്രമാണ്. വേദനയിൽ നിന്നുള്ള കരുണയാണ്. ക്രൂശിൽ തറച്ചിരിക്കുന്ന യേശുതമ്പുരാൻ ശരീരം മുറിവുകളാൽ നിറഞ്ഞിരിക്കുന്നു. രക്തം വാർന്നൊഴുകുകയാണ്. ശ്വാസമെടുക്കുവാൻ പോലും കഴിയാത്ത വിധമുള്ള ബുദ്ധിമുട്ട്. അത്തരം വേദനയുടെ അനുഭവത്തിലും മനുഷ്യർ സാധാരണ എന്തു പറയും? എന്തിനാണ് ഇത്? എനിക്ക് നീതി വേണം. പക്ഷേ യേശുതമ്പുരാൻ ഇവിടെ പറയുന്നത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഇത് മനുഷ്യ സഹജമല്ല, ഇത് ദൈവികമാണ്. ക്ഷമയുടെ ഉച്ചകോടി. യേശു ക്ഷമിച്ചത് ആരോടാണ്? അവനെ പരിഹസിച്ചവരെ, അവനെ അടിച്ചവരെ, അവനെ ക്രൂശിലേറ്റിയവരെ. ആർക്കു വേണ്ടി യേശു പ്രാർത്ഥിക്കുന്നു? അവർക്കു വേണ്ടി യേശു തമ്പുരാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയരെ, നമ്മെ വേദനിപ്പിച്ചവരെ പോലും ഓർക്കുവാൻ ഒരുപക്ഷെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ യേശു തമ്പുരാൻ അവർക്കായി പിതാവിനോട് അപേക്ഷിക്കുന്നു. അവൻ പറയുന്നത്, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക കൊണ്ട്. അത് മനുഷ്യന്റെ അന്ധതയാണ്. യേശു പറഞ്ഞു, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക കൊണ്ട്. ഇത് നമ്മളെ കുറിച്ചും സത്യമാണ്. നമ്മൾ പാപം ചെയ്യുമ്പോൾ അതിൻ്റെ ഗൗരവത്വം നാം മനസ്സിലാക്കുന്നില്ല. നമ്മൾ വാക്കുകളാൽ നമുക്ക് ചുറ്റുമുള്ളവരെ വേദനിപ്പിക്കുന്നു. നമ്മിൽ ക്ഷമിക്കാത്ത ഒരു ഹൃദയം, നമ്മുടെ ഹൃദയം നാം കഠിനപ്പെടുത്തുന്നു. പക്ഷേ ദൈവം നമ്മെ കാണുന്നത് അറിവില്ലാത്ത മക്കളായിട്ടാണ്. ക്രൂശ് എന്നത് ക്ഷമയുടെ ഒരു വിദ്യാലയമാണ്. കഷ്ടാനുഭവ വാരം നമ്മെ പഠിപ്പിക്കുന്നത് ക്ഷമിക്കുവാൻ എളുപ്പമല്ല, പക്ഷേ ക്ഷമിക്കാതെ രക്ഷയില്ല. ക്രൂശ് പഠിപ്പിക്കുന്നു, പ്രതികാരമല്ല, ക്ഷമയാണ് ക്രൂശ് പഠിപ്പിക്കുന്നത്. ദേഷ്യമല്ല, സ്നേഹമാണ് ക്രൂശ് പഠിപ്പിക്കുന്നത്. ശാപമല്ല, അനുഗ്രഹമാണ് ക്രൂശ് പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ വചനം ഇന്ന് നമ്മൾ സ്വയം നമ്മോട് ചോദിക്കണം. ഞാൻ ക്ഷമിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ഹൃദയം ഞാൻ കഠിനമായിട്ടാണോ ഇന്നും സൂക്ഷിക്കുന്നത്? ഞാൻ ഇന്നും ഒരു വേദന പിടിച്ചു നിൽക്കുകയാണോ? ഇന്ന് യേശു തമ്പുരാൻ നമ്മോട് പറയുന്നു, നീയും ക്ഷമിക്കണം. ക്ഷമ ഒരു തീരുമാനമാണ്. ക്ഷമ ഒരു വികാരമല്ല, അത് ഒരു തീരുമാനമാണ്. നമ്മൾ പറയണം, കർത്താവേ, എനിക്ക് കഴിയുന്നില്ല, പക്ഷേ നീ അവിടുന്ന് അടിയങ്ങളെ സഹായിക്കണം. ഇന്നേ ദിവസം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കരുണയുള്ളവനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ കർത്താവേ, ക്രൂശിൽ നിന്ന് പോലും ക്ഷമ പഠിപ്പിച്ച നീ ഞങ്ങളുടെ ഹൃദയങ്ങൾ മൃദുവാക്കണം. ഞങ്ങൾ വേദനിപ്പിച്ചവരെയും ഞങ്ങളെ വേദനിപ്പിച്ചവരെയും എല്ലാവരെയും തമ്പുരാനെ ക്ഷമിക്കുവാൻ നല്ലൊരു മനസ്സിനെ തമ്പുരാനെ ഞങ്ങൾക്കായി നീ അവിടുന്ന് പ്രദാനം ചെയ്യണം. ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ വിശുദ്ധ വാരത്തിൽ കർത്താവേ, ക്ഷമയുടെ സഹനത്തിൻ്റെ തമ്പുരാനെ നിന്റെ മാർഗത്തിൽ കൂടി അടിയങ്ങൾ സഞ്ചരിക്കുവാൻ മുൻപോട്ട് തമ്പുരാനെ കാക്കണമേ. കാത്തനുഗ്രഹിക്കുമാറാകണമെന്ന് ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ.